ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റും എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 30 മാർക്കിനാണ് നമ്മളുടെ കോർപ്പറേഷൻ പാർട്ട്, അതായത് ജനറൽ കോർപ്പറേഷനും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ലോയും 15 വീതം 30 മാർക്കിനാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അറിയാം CSEB എക്സാമിൻ്റെ സിലബസിൽ വരുന്നത് കോർപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് 15 മാർക്ക്, കോർപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾസ് 15 മാർക്ക്, ബാങ്കിങ് 20 മാർക്ക്, അക്കൗണ്ടിങ് 20 മാർക്ക്, ഇംഗ്ലീഷ്, മാത്സ്, GK 10 മാർക്ക് വീതം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മളുടെ കോർപ്പറേഷൻ ലോയും അതുപോലെ തന്നെ ജനറൽ കോർപ്പറേഷനും കൂടി 30 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ 30 മാർക്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷനിൽ വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് അറിയേണ്ടത് സാറിന് പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അത് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ICയെ കുറിച്ച് പഠിക്കണം, വാല്യൂസ് ആൻഡ് എത്തിക്സിനെ കുറിച്ച് പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ച് പഠിക്കണം. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇവോൾവ് ചെയ്തത് നമുക്കറിയാം 4 സ്റ്റേജസ് ആയിട്ടാണ്. ആ ഓരോ സ്റ്റേജും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷനും അതർ എക്കണോമിക് സിസ്റ്റവും, അതായത് ക്യാപിറ്റലിസം, സോഷ്യലിസം, അതുപോലെ കമ്മ്യൂണിസം, ഇതൊക്കെ കോർപ്പറേഷനുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കണം. ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മളുടെ JCIയുടെയും കേരള ബാങ്കിൻ്റെയും എക്സാമിന് ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം അന്ന് പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏരിയ വളരെ ഈസി ആയിരിക്കും. പിന്നീട് സെക്കൻഡ് വൺ, കോർപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കോർപ്പറേഷൻ എപ്പോഴും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് CSEB പരീക്ഷയ്ക്ക് ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് വല്ലാതെ ചോദ്യങ്ങൾ വരാറില്ല. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോറിൻ കോർപ്പറേഷൻ ഈ പഠിക്കേണ്ടതായിട്ടില്ലേ എന്നുള്ള. ഒരുപാട് കൺട്രീസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ CSEB ഇപ്പോൾ പുറത്തുവിട്ട അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫോറിൻ കോർപ്പറേഷനാകെ ഇംഗ്ലണ്ടും ജർമ്മനിയും ഡെൻമാർക്കുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ട് നമുക്കറിയാം കോർപ്പറേഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് കോർപ്പറേഷനിൽ പഠിക്കാനുള്ള ഒരു കൺട്രിയാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അവിടുത്തെ കോപ്പറേറ്റേഴ്സ് കാര്യങ്ങൾ പഠിക്കണം. ജർമ്മനി പഠിക്കണം, ജർമ്മനി റൈഫേഴ്സും ഷൂൾസും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡെൻമാർക്ക്, ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഡെൻമാർക്കിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 3 കൺട്രീസാണ് ഇപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും അതുപോലെ സെക്രട്ടറിയുടെയും സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലർക്കിനും ഇത് തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 3 രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു തറോ നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇവല്യൂഷൻ, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ബിഫോർ ഇൻഡിപെൻഡൻസും ആഫ്റ്റർ ഇൻഡിപെൻഡൻസും നോക്കണം. പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ, ഒരുപാട് കമ്മിറ്റീസും കമ്മീഷനും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിലും നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഈ ഒരു വന്ന സിലബസിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും സിലബസിലുള്ള കമ്മിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റീസ് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്നറിയപ്പെടുന്ന VL മേത്ത കമ്മിറ്റി, പിന്നെ ഓൾ ഇന്ത്യ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഗ്രാഫിക് കാർഡ് കമ്മിറ്റി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കമ്മിറ്റീസിനെ കുറിച്ചിട്ടാണ്. അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഈ 5 കമ്മിറ്റീസുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, VL മേത്തയുടെ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഗ്രാഫിക് കാർഡ് കമ്മിറ്റി, അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ഈ 5 കമ്മിറ്റീസിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ്, ഇതും നമ്മളുടെ JCIയുടെയും കേരള ബാങ്കിൻ്റെയും 4th മൊഡ്യൂളിൽ വരുന്ന കാര്യമാണ്. കോർപ്പറേഷൻ്റെ പാർട്ടിൽ 4th മൊഡ്യൂളിൽ വരുന്ന NCDC, NDDB, NHB, നബാർഡ്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ നാഷണൽ കോപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി, പിന്നെ അതുപോലെ ICA, NCUI, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, NCCT, NCCE, വാംനികോം,
ICM, ACSTI, കിഗ്മ, കേപ്പ്, പിന്നെ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ, കോപ്പറേറ്റീവ് ഫ്ലാഗ് ICAയുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ് കോപ്പറേറ്റീവ് ഫ്ലാഗും വീക്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷനും. അതാണ് ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് PACSഉം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെയും ഫങ്ഷൻസും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും, പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, നാഫ്കോബ്, കോബി, ഈ കാര്യങ്ങളാണ് പിന്നീട് നോക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് വർക്കിംഗ് ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക്, KS കാർഡ് ബാങ്ക്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, DV ഫയല്, പ്രൊസീജിയർ ഫോർ ഗ്രാൻഡിങ് ലോങ് ടേം ലോൺ, നാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, അതായത് ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന കാർഡ് ബാങ്കുകളെ കുറിച്ചും അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നീട് നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൻ്റെ മെമ്പർഷിപ്പ്, അതിൻ്റെ വർക്കിംഗ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ച്, ഹൗസിംഗ് സൊസൈറ്റികളെ കുറിച്ച്, ഹൗസ് ഫെഡിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി, ഇതൊക്കെ നമ്മുടെ റൂൾ 15-ൽ 13 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടില്ലേ, അതുതന്നെയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി, അതിൻ്റെ അഡ്വാൻറ്റേജസ്, റെഗുലേറ്റഡ് മാർക്കറ്റുകൾ, പിന്നെ റെയ്ഡ്കോ, റബ്കോ, ക്യാംകോ, കേരാഫെഡ്, മാർക്കറ്റിംഗ് ഫെഡറേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ ഒരു നോളേജ് വേണം. പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്, പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ, കൺസ്യൂമർ ഫെഡ്, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം, നീതി സ്റ്റോർ, പിന്നെ അതുപോലെ സ്റ്റുഡൻറ് കൺസ്യൂമർ സ്റ്റോർ, NCCF, പിന്നെ ആപ്കോസിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ്, പ്രൈമറി മിൽക്ക് സൊസൈറ്റികളെ കുറിച്ച്, RCMPOസിനെ കുറിച്ച് പഠിക്കണം, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMFനെ കുറിച്ച് പഠിക്കണം, പിന്നെ അതുപോലെ ഡയറി സൊസൈറ്റികളെ കുറിച്ച് ഒരു നോളേജ് ഉണ്ടാവണം. പിന്നെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിൻ്റെ ടൈപ്പ്, ഹാൻഡ്ലൂം സൊസൈറ്റീസ്, കൊയർ സൊസൈറ്റി, BD സൊസൈറ്റി, ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികൾ, കാഷ്യൂ സൊസൈറ്റി, ഹാൻഡെക്സ്, അതുപോലെ കൊയർ ഫെഡ്, ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റി, കേരള ദിനേശ് BD, കാപ്പെക്സ്, ടെക്സ്റ്റ് ഫെഡ്, ഈ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് SC/ST ഫെഡറേഷൻസ്, മത്സ്യഫെഡ്, വനിതാ ഫെഡ്, ഹോസ്പിറ്റൽ ഫെഡ്, ടൂർ ഫെഡ്, ലേബർ ഫെഡ്, SPCS, ULCC, ഇത് ഒക്കെ പഠിക്കുമ്പോൾ സാധാരണ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ആ സ്ഥാപനങ്ങളും അവരുടെ പ്രോഡക്റ്റുകൾ, അവരുടെ എന്തെങ്കിലും പബ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഏത് ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ റിസ്ക് ഫണ്ട് സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയി സെൽഫ് ഫിനാൻസ് പെൻഷൻ സ്കീം, കേരള കോപ്പറേറ്റീവ് ഒംബുഡ്സ്മാൻ സ്കീം, മെമ്പർ റിലീഫ് സ്കീം, കൺസോർട്ടിയം ലെൻഡിംഗ് സ്കീം, കേരള കോപ്പറേറ്റീവ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് സ്കീം, കോപ്പറേറ്റീവ് എംപ്ലോയി വെൽഫെയർ ബോർഡ്, അതായത് ഡിഫറെൻറ്റ് ഫണ്ട് സ്കീമുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇത് കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം മറ്റതൊക്കെ നിങ്ങൾ മുന്നേ നോക്കിയ കാര്യങ്ങളായിരിക്കും. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് എന്താണ് ഒന്ന് പഠിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്. പിന്നീട് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതിൽ വരുന്ന ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്, ഇവാലുവേഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ, നീഡ് ഫോർ പേഴ്സണൽ മാനേജ്മെൻറ്റ്, അക്കൗണ്ടബിലിറ്റി, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനിൽ, അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇതൊരു ഓർഗനൈസേഷൻ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു മൊഡ്യൂളാണ്. പിന്നെ അതുപോലെ അസറ്റ് ആൻഡ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, ലീഡർഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതും നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ഏരിയ ആയിരിക്കും. പിന്നെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ സെറ്റപ്പ് ഇൻ കേരളത്തിലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെറ്റപ്പ്, അതായത് ആ ഒരു ഹൈറാർക്കി ഒക്കെ അല്ലേ, അതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ജനറൽ കോപ്പറേഷൻ പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് ഏരിയാസ് മാത്രമേ നിങ്ങൾക്ക് എന്താണ് പുതുതായിട്ട് പഠിച്ചെടുക്കാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഒരു ഓർഡറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മളുടെ ക്ലർക്ക് ക്യാഷ്യർ സിലബസും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ സെക്രട്ടറിയുടെ അതേ സിലബസ് തന്നെയാണ് നമ്മളുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആവർത്തിക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നോക്കി വെക്കുക. തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ ഇതിൽ 1-2 മൊഡ്യൂളെ നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്.
പിന്നെ ലോൻ്റെ പാർട്ടിൽ നിന്ന് നമുക്ക് എന്താണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതിൻ്റെ അമെൻമെൻറ്റ്, റൂൾ 1969 അതിൻ്റെ അമെൻമെൻറ്റ് പഠിച്ചിരിക്കണം. ഈ ലോൻ്റെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് 110 സെക്ഷനും 201 റൂൾസും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇനി നമുക്ക് എന്താണ് ഓഗസ്റ്റ് 3-നാണ് നമ്മുടെ പരീക്ഷ. ആ ഓഗസ്റ്റ് 3-ലേക്ക് പുതിയൊരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എന്താണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോന്നൊക്കെ CSEB ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒക്കെ ബേസിൽ നമുക്ക് ഏതൊക്കെ ഏരിയാസിനാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെയുള്ളത് ആക്ട് ആൻഡ് റൂൾസ് ആണ്. ആക്ട് ആൻഡ് റൂൾസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 110 സെക്ഷനും 201 റൂളും പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമുക്ക് ഇനി ഓഗസ്റ്റ് 3-നാണ് നമ്മുടെ എക്സാം. പക്ഷേ ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് എന്താണ് CSEB ചോദിക്കുന്ന ചില ആക്ട് ആൻഡ് റൂളിലെ ഏരിയാസ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതിൻ്റെ അമെൻമെൻറ്റും അതുപോലെ റൂളും അതിൻ്റെ അമെൻമെൻറ്റുമാണ് ഈ ആക്ട് ആൻഡ് റൂൾസിൽ വരുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയൊക്കെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് CSEBയുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലോ ഏരിയാസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി ബിഗ്നേഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. 6 month ആണ് നമ്മുടെ ബിഗ്നേഴ്സ് ബാച്ചിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിഗ്നേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ സെഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മോക്ക് എക്സാംസും മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസും ഒക്കെ അടങ്ങിയതാണ് നമ്മളുടെ 6 month കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാം ഓഗസ്റ്റ് 3-ന് നടക്കുന്ന CSEB എക്സാമിനും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും, ഇപ്പോൾ ജസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം നമുക്ക് CC യോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്